ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ലൂക്കാ സുവിശേഷം 23:34. പിതാവേ, ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. യെസ്, ലോക ചരിത്രത്തെ നിശബ്ദമാക്കിയ, നിശ്ചലമാക്കിയ ശക്തമായ പ്രാർത്ഥന, ക്ഷമിക്കുന്ന സ്നേഹം. യെസ്, വി ഗിവ്സ് വാട്ട് വി ഹാവ്. രണ്ടാമതായി, ക്ഷമയെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെയും എൻ്റെ മനസ്സിൽ തിളങ്ങി നിൽക്കുന്നൊരു കഥാപാത്രമുണ്ട്, പഴയ നിയമത്തിലെ ജോസഫ്. സ്വന്തം സഹോദരങ്ങൾ അസൂയ നിമിത്തം പൊട്ടക്കിണറ്റിൽ ഉന്തിയിട്ടപ്പോഴും, അടിമയായി ഈജിപ്തുകാർക്ക് വിൽക്കപ്പെട്ടപ്പോഴും എല്ലാം നിശബ്ദമായി അവരോട് ക്ഷമിച്ചവൻ. കാരണം ജോസഫിൻ്റെ കൂടെ എപ്പോഴും കർത്താവുണ്ടായിരുന്നു. അതുകൊണ്ട് അവന് ക്ഷമിക്കാൻ കഴിഞ്ഞു. ജോസഫ് തൻ്റെ ആദ്യത്തെ കൺമണിക്ക് പേരിട്ടു മനാസെ. യെസ്, മനാസെ എന്നാൽ എല്ലാം മറന്നു. ശരിയാണ്, അവനെല്ലാം മറന്നു. സ്വന്തം സഹോദരങ്ങൾ സമ്മാനിച്ച അസൂയയും ലോകം തനിക്ക് നൽകിയ ദുഃഖങ്ങളും അവൻ മറന്നു. ഏറ്റവും ഒടുവിൽ തൻ്റെ സ്വന്തം സഹോദരങ്ങൾ പട്ടിണി കൊണ്ട് വലഞ്ഞപ്പോൾ ജോസഫിനടുത്ത് എത്തി. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടിയാണ്, ആ വാക്കുകളാണ് തങ്കലിപികളിൽ നമ്മുടെ ഹൃദയങ്ങളിൽ കോറിയിടേണ്ടത്. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഈജിപ്തുകാർക്ക് വിറ്റ അടിമയായ ജോസഫാണ് ഞാൻ. യെസ്, എന്നെ ഇവിടെ വിറ്റതുകൊണ്ട് നിങ്ങൾ വിഷമിക്കുകയോ വിഷാദിക്കുകയോ വേണ്ട. കാരണം നിങ്ങൾക്ക് മുമ്പേ ദൈവമാണ് എന്നെ ജീവൻ നിലനിർത്താൻ വേണ്ടി ഇങ്ങോട്ടേക്ക് അയച്ചത്. യെസ്, സ്നേഹമുള്ളവരെ, ക്ഷമിക്കുന്ന സ്നേഹമാണ് ഇവിടെയെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്നേഹപിതാവായ നല്ല തമ്പുരാനെ, അങ്ങ് 3 ആണികളിൽ കുരിശിൽ കിടന്നപ്പോഴും പിതാവെ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ തക്ക വിധം ശക്തനായ നല്ല തമ്പുരാനെ, ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ, ഞങ്ങളെയും ക്ഷമിക്കാൻ പഠിപ്പിക്കണമേ. അതുപോലെ ജോസഫ് തൻ്റെ സഹോദരങ്ങളോട് ദയാപൂർവം ക്ഷമിച്ചതുപോലെ കർത്താവെ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ക്ഷമിക്കാനുള്ള കൃപ നൽകണമേ. ആമേൻ.